ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 4th സെമസ്റ്റർ BEd കരിക്കുലത്തിലെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലെ ചെറിയൊരു ടോപ്പിക്കാണ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് ലോസ് ഓഫ് ഹാബിറ്റാറ്റ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസിനെ കുറിച്ചാണ്. അപ്പം എന്താണ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്, അല്ലേ? എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഏതെങ്കിലും ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്താവുകയാണ്, നമ്മുടെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുന്നതിനെ നമ്മൾ എന്താ പറയുക? എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം, അല്ലേ? എക്സ്റ്റിങ്ഷൻ ഈസ് ദ ടെർമിനേഷൻ ഓഫ് എൻ ഓർഗാനിസം ഓർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, നോർമലി എ സ്പീഷീസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഭൂമുഖത്ത് നിന്നും അത് എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട് എന്ന് നമുക്ക് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറയും. അതാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റിങ്ഷൻ ഈസ് ദ എലിമിനേഷൻ ഓർ ഡൈയിങ് ഔട്ട് ഓഫ് സ്പീഷീസ് ഫ്രം ദ എർത്ത്, അല്ലേ? അപ്പം നമ്മൾ ഒരുപാട് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ആയാലും. ഇപ്പം ഡോഡോ, അതുപോലെ സാബർ ടൂത്തഡ് ക്യാറ്റുകളെ കുറിച്ചിട്ടും വൂളി മാമൂത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നുണ്ട്. ഡോഡോ പക്ഷികളെ കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുള്ളത്? ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് എക്സാമ്പിളിലുള്ള സ്പീഷീസിൻ്റെ തന്നെ എക്സ്റ്റിങ്ഷൻ എങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കണം, അല്ലേ? എല്ലാവരും ഒരുപോലെയാണോ എക്സ്റ്റിങ്ക്റ്റ് ചെയ്തു പോയത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്, അല്ലേ? അപ്പം അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പം ഇവിടെ 3 ടൈപ്സാണ് നമുക്ക് പറയാനുള്ളത്: നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ, മാസ് എക്സ്റ്റിങ്ഷൻ ആൻഡ് ആന്ത്രപ്പോജീനിക് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്തായിരിക്കും? ബൈ ദ നെയിം ഇൻഡിക്കേറ്റ്, ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയാം? ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു എലിമിനേഷനാണ്, അല്ലേ? ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ തന്നെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എലിമിനേഷൻ ബൈ എന്താണ്? നേച്ചറിലെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ട് പെട്ടെന്നൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കതിനെന്ത് പറയാം? നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം. അപ്പം ഈ ഒരു നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ വളരെ സ്ലോ പ്രോസസ്സാണ്, വളരെ സ്ലോ ആയിട്ട് നാച്ചുറലി നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതായിരിക്കാം. അപ്പം ലൈക്ക് നമുക്ക് എവല്യൂഷനൊക്കെ നടന്നിട്ട് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാകുമ്പോൾ ഓൾഡർ വേർഷൻസ് എന്താവും? മെല്ലെ നാച്ചുറലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും, അല്ലേ? ആ ഒരു സംഭവം, അല്ലേ? നാച്ചുറൽ സെലക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഭൂമിയോട് അഡാപ്റ്റ് ആവുന്നത് ഏതായിരിക്കും? ഏറ്റവും ബെറ്റർ അഡാപ്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. അതിൻ്റെ ഓൾഡർ വേർഷൻസ് എന്താവും? ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. അതാണ് നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനി മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ മാസ് എക്സ്റ്റിങ്ഷനിൽ ഒരു മാസ്സായിട്ടുള്ള, അതായത് ഒരു സ്പീഷീസിൻ്റെ ഒരു മാസ് മുഴുവനായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു എൻവയോൺമെൻറ്റൽ കാറ്റസ്ട്രോഫ്സ് വഴിയോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയറ്റിക് കൊളാപ്സ് വഴിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, ഇപ്പം വോൾക്കാനിക് ഇറപ്ഷൻസ് വഴിയൊക്കെയാണ് ഒരു മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ടാകുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ എന്തെങ്കിലും ഒരു കാറ്റസ്ട്രോഫ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി അല്ലെങ്കിൽ എർത്ത് ക്വൈക്ക് ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു കാറ്റസ്ട്രോഫ് കൊണ്ട് അവിടെ ലിവിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാസ് ഓഫ് സ്പീഷീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും. അപ്പം ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഒരു 225 million years ago in Permian period when 90% of shallow water marine invertebrate disappeared. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് ആന്ത്രപ്പോജീനിക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഹ്യൂമൻ്റെ ആക്ടിവിറ്റീസിനെ കൊണ്ട് സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷൻ ഉണ്ടാകുന്നതാണ്. They are the extinction completed in short period of time by human activities like settlement, hunting, over exploitation
ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ എക്സെട്ര. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഡോഡോ പക്ഷീനൊക്കെ എന്താണ് ഹണ്ടിങ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത്, ഇല്ലാതായി പോയത് അല്ലേ. അപ്പം മനുഷ്യൻ്റെ ഒരു അതിപ്രസരണം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കൊരു സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും, ആന്ത്രപ്പോജീനിക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇനി പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ്. അപ്പം നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമ്മൾ പറയാൻ പോകുന്നത് കോസസ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. ഏകദേശം ഒരു 10 ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. നമുക്കറിയാം ഇപ്പം ഒരു ജീവികൾ താമസിക്കുന്ന അതിൻ്റെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താവും, എക്സ്റ്റിങ്ഷന് വിധേയമാവും അല്ലേ. അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ ബാരിയർ, ഇപ്പോൾ ഒരു റിവർ ആണെങ്കിൽ അതിൻ്റെ നടുക്കൊരു ഡാം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ഒരു സ്പീഷീസിനെ തമ്മിൽ 2 തലത്തിലേക്ക് മാറ്റാനായിട്ടത് ഇതാവും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു എക്സ്റ്റിങ്ഷനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ നാച്ചുറൽ റിസോഴ്സസുകളായാലും ഇനിയിപ്പോൾ ആ സ്പീഷീസിനെ തന്നെ നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്താലും എന്താണ് എക്സ്റ്റിങ്ഷൻ കോസ് ചെയ്യും. അതുപോലെ ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ, ഇപ്പോൾ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസിനെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ജീവികൾ ഇവിടെ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു കോമ്പറ്റീഷൻ മൂലം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ കോ എക്സ്റ്റിങ്ഷൻ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പൊല്യൂഷൻ കൊണ്ട് ഒരുപാട് എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ആൻഡ് ഡീഗ്രഡേഷൻ അല്ലേ, നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകളാണ് ഒന്നും കൂടെ പറയുന്നത്. പിന്നെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ, ഡീഫോറസ്റ്റേഷൻ, ഹണ്ടിങ്, ഗ്ലോബൽ വാർമിംഗ്, ഇതൊക്കെ എക്സ്റ്റിങ്ഷന് ഉള്ള ഓരോരോ കോഴ്സുകളാണ്. അപ്പം ഇത്രയാണ് നമുക്ക് എക്സ്റ്റിങ്ഷനും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ബാക്കി ഇതിൻ്റെ ലോസ് ഓഫ് ഹാബിറ്റാറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം.